ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന പോലെ എനിക്ക് സുഖം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ എൻ്റെ പ്രവാസി ലൈഫ് എന്തായിരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ 2019 മുതലാണ് ദുബായിൽ സ്ഥിരം ഒരു താമസിക്കാനും അവിടുത്തെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനും തുടങ്ങിയത്. അത് എൻ്റെ ഒരു സ്ഥിരം ഞാൻ 2017 ലാസ്റ്റിലാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. പക്ഷേ സ്ഥിരം നിൽക്കാൻ വരുന്നത് അതുവരെ ഞാൻ ദുബായിൽ തന്നെയായിരുന്നു. ദുബായ് നാട്ടിൽ വരും, മാക്സിമം പോയ ഒരു 10-15 ദിവസം, ഇല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ ഒരു 25 ദിവസം, അതിൽ കൂടെ നാട്ടിൽ നിൽക്കാറേ ഇല്ല, തിരിച്ചു പോകുമായിരുന്നു. അന്നേരം അന്ന് ആ ഒരു സമയത്ത് നാട്ടിൽ ദുബായ് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് ഒരിക്കലും ഞാൻ ആശിച്ചൊരു വ്യക്തിയല്ല. ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹവുമില്ലായിരുന്നു. എപ്പോഴും മരിക്കണമെങ്കിൽ പോലും ദുബായിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സ്ത്രീയാണ് ഞാൻ. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ എൻ്റെ ലൈഫ് അവിടെ സുരക്ഷിതമായിരുന്നു. കാരണം ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ജോലിയുണ്ട്, ആ ഉള്ള പൈസയ്ക്ക് മോളുടെ കാര്യങ്ങൾ നോക്കുന്നു, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നു, അങ്ങനെ പോകുന്നു എന്നൊരു രീതിയിൽ അന്തരീക്ഷത്തിലൂടെയാണ് ഞാൻ പോയി. സ്ട്രഗിൾ ലൈഫ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്ട്രഗിൾ ലൈഫ് ചെയ്തിട്ടുണ്ട്. പിന്നാണ് എനിക്ക് ജോലി കിട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ എനിക്കത് കൂടാതെ ഒരു 3 ഫ്ലാറ്റൊക്കെ ഞാൻ അവിടെ റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ആൾക്കാരെ താമസിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മോഡേൺ ഹോസ്പിറ്റലിലെ സ്റ്റാഫൊക്കെയാണ് അന്ന് എൻ്റെ അവിടെ റൂമിൽ താമസിച്ചിരുന്നതൊക്കെ, അവിടുത്തെ മോഡേൺ ഹോസ്പിറ്റൽ. അങ്ങനെ ആസ്റ്ററിലെ പിള്ളേരും എന്നോട് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഒരിക്കൽ നാട്ടിൽ പോയി സെറ്റിലാവണം, നാട്ടിൽ പോയി ജീവിക്കണം എന്നൊക്കെ ആലോചിക്കും. പക്ഷേ അയ്യോ അതിനെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ ചിന്തിക്കുമായിരുന്നു. കാരണം നമ്മളെപ്പോലുള്ളൊരു ആൾക്കാർക്ക് പെട്ടെന്ന് നാട്ടിൽ വന്ന് സെറ്റിലാവാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, നാട്ടിൽ ജോലി എന്ത് ചെയ്യും, ഇനി നമ്മൾ എങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകുന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും. ആ ഒരു തിങ്കും ടെൻഷനും എൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും ഇല്ലാതെ എൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ് നാട്ടിലോട്ട് സെറ്റ് ചെയ്ത പ്രവാസികളുണ്ട്. അവരിൽ ഇഷ്ടംപോലെ ക്യാഷുണ്ട്. എന്നിട്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നാട്ടിൽ വന്ന് തുടങ്ങിയാൽ ചുമ്മാ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ എന്നെ പോലെ അങ്ങനെ ഒരാൾക്ക് അത് ഒരിക്കലും പറ്റത്തില്ല. അന്നേരം ഞാൻ നാട്ടിൽ വരണം എന്ന് ആ ഒരു സ്റ്റേജ് എത്തി നിൽക്കുന്ന സമയത്ത് നാട്ടിൽ പോയേ പറ്റൂ, ഇനി എന്ത് ചെയ്യും, നാട്ടിൽ പോയി ജീവിച്ചേ പറ്റൂ എന്നൊരു പ്രോസസ്സ് എൻ്റെ തലച്ചോറിൽ ആഞ്ഞടിച്ച് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ജീവിതത്തിന് ഈ ടെൻഷൻ തുടങ്ങി. അയ്യോ ഞാൻ ഇനി നാട്ടിൽ പോകണേന് എന്ത് ചെയ്യും. ഒരിക്കലും നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഒരിക്കലും നാട്ടിൽ ചെന്നാൽ കിട്ടത്തില്ല. അത് മുമ്പേ ഉള്ളൊരു ടെൻഷൻ. കാരണം പിന്നെ നമുക്ക് ഒരിക്കലും അവിടെ ജീവിക്കുന്ന രീതിയിൽ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല പല ചിന്തകളോടെയാണ് ഞാൻ എൻ്റെ പ്രവാസി ലൈഫ് അല്ലെങ്കിൽ പ്രവാസി ജീവിതം നിർത്തി നാട്ടിൽ സെറ്റിലാവാമെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ വിസയുടെ ടൈമെല്ലാം കഴിഞ്ഞു. അങ്ങനെ വിസ റിന്യൂവൽ ചെയ്യേണ്ട, ഞാൻ തിരിച്ച് നാട്ടിൽ പോവുക എന്ന് പറഞ്ഞ്. കാരണം നിങ്ങൾക്കറിയാം നാട്ടിൽ വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ, എനിക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു പണി കിട്ടിയത് കൊണ്ട് മാത്രമാണ് നാട്ടിൽ ഇനി അവിടെ നിന്നിട്ട് പറ്റില്ല. കാരണം ആ ഒരു രീതി ജീവിക്കാനോ ഒന്നും, അല്ലെങ്കിൽ ആ ഒരു ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്നാൽ ശരി നാട്ടിൽ പോയി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയം മുതൽ ഞാൻ 6 മന്ത് ഞാൻ ഒരു കാര്യങ്ങളും അറിഞ്ഞില്ല. സീരിയസ്ലി പറയാം, ഒന്നും അറിയണ്ട. നമ്മൾ ദുബായിൽ നിന്ന് എങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കും, ഇല്ലെങ്കിൽ ഒരു വെക്കേഷന് വരുന്ന ഒരു മൂഡായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. ഒരു 6 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെ ക്യാഷ് ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ കൂടി. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും തുടങ്ങണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് തടണമല്ലോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ എനിക്ക് പറയത്തക്ക ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വർഷങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ചെയ്ത ജോലിയൊന്നും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായവുമല്ല എൻ്റേത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് എൻ്റെ ആ ആലോചന ഒരു 6 വർഷം നിന്നു. സീരിയസ്ലി പറയാം, ഒരു 6 വർഷം. ഇപ്പം ഞാൻ 2017 ഡിസംബറിൽ ഇപ്പോൾ ഇത്ര വർഷമായി നോക്കിയാൽ നാട്ടിൽ ഒരു 8 വർഷം കഴിഞ്ഞു ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ സെറ്റിലായിട്ട്. ഇത്രയും വർഷം എൻ്റെ മൈൻഡിലെ പ്രോസസ്സായിരുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും എന്നും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സൈന്ധവി ഓൺലൈൻ ബിസിനസ് കടന്നു വന്നത്. കാരണം അതാകുമ്പം വീട്ടിൽ തന്നെ ചെയ്യാം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും, വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് മോനുസിനോട് നമുക്കത് ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് സൈന്ധവി ഡിസൈൻസ് ഇങ്ങനെ ചെയ്യുന്നത്. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളൊരു പ്രവാസി ആയ സമയം മുതൽ നമ്മുടെ മൈൻഡിനോട് നമ്മളൊരു പ്രവാസി ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിൽ നമ്മൾ ദുബായിലോട്ട് പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് പോയിട്ടൊരു ഫസ്റ്റ് മന്ത് കഴിയുമ്പോഴത്തെ നമ്മുടെ തിങ്കിങ് നമ്മൾ എന്താ ഞാൻ പറഞ്ഞുതരാം, നാട്ടിൽ പോകണം,
നാട്ടിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അവിടെ സെറ്റിലാവണം എന്നീ മലയാളികൾ എപ്പോഴും ചിന്തിക്കും. പക്ഷേ അവർ ആ ഒരു ചിന്ത, ആ തിങ്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഒരിക്കലും തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ പല ഈ നമ്മളെപ്പോഴും ഈ ഹൈ ലെവൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി കുറച്ച് ആൾക്കാർ ദുബായിലുണ്ട്. അവരെ കുറിച്ചാണ് ഞാൻ കണ്ട, കുറച്ച് മനസ്സിലാക്കി കുറച്ച് പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം മിക്ക ആൾക്കാരും അവർ ഈ നാട്ടിലോട്ട് വരുമ്പം നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് ഒരു ഗോൾഡൻ വാച്ചൊക്കെ കെട്ടി വരുന്ന ആ ലോകമല്ല അവർക്ക് പിന്നിലുള്ളത്. ശരിക്കും അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ചെറുപ്പക്കാരായാലും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു റൂമിൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന കുറേ മനുഷ്യരെ നമുക്ക് കാണാം. അതിനൊക്കെ കൂടുതലും ചിലടത്ത് ചേർത്ത് ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ആണുങ്ങൾ അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ റൂമിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ ആണുങ്ങളാണ് താമസിച്ചിട്ടുണ്ട്. അവരാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. കാരണം ചിലവർ ഡ്രൈവർമാരുണ്ട്, ചില ആൾക്കാർ ഈ കെട്ടിടത്തിൻ്റെ പണിക്ക് അതിൻ്റെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ജോലി ചെയ്യുന്ന പല രീതിയിലുള്ള ആൾക്കാരെയാണ് ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അതിനൊക്കെ എൻജിനീയർമാർ അങ്ങനെയുള്ളവരൊക്കെ അവിടെ. പക്ഷെ ഇവരെല്ലാവരും ജോലി കഴിഞ്ഞ് ഒരു 5 മണി 6 മണി ആകുമ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് എല്ലാവരും ഒരേ മനസ്സോടാണ് ഒരുമിച്ച് ചേർന്നിരുന്നത്. ഒരാൾ കാണും ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ പറയാനും എടുക്കാനും. ഈവൻ നമുക്ക് റെൻ്റ് ആയാലും പിരിച്ചു തരുന്നത് അതിലൊരാളായിരിക്കും. അവരെല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഉണ്ടാക്കും, എല്ലാം ഭയങ്കരമായിട്ട് ഒരു വീട് പോലെ. പല മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും കാണും അതിൽ. പക്ഷെ എല്ലാവരും ചേർന്നിരുന്ന ഒരു വീട് പോലെയാണ് അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും എല്ലാം ചെയ്തത്. പക്ഷെ മറിച്ച് നമ്മൾ കേരളത്തിലോട്ട് വന്നാൽ ഒരിക്കലും ആ ഒരു സ്നേഹവും ഇതൊന്നും നമുക്ക് എവിടെയും കാണത്തില്ല. പരസ്പരം കുത്തല്ലാതെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ നിൽക്കും. പിന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഇവിടുത്തെ പോലെ കേസോ വഴക്കോ ആവുന്ന രീതിയിലാവില്ല. അതവർ സംസാരിച്ച് പ്രശ്നങ്ങൾ അവിടെ തീർക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ കുറേ കാലമൊന്നും ഒരാളോട് അവർ പരസ്പരം മിണ്ടാതിരിക്കത്തില്ല. കൂടി പോയി 1-2 മണിക്കൂർ അത് കഴിഞ്ഞാൽ അവർ മിണ്ടും. കാരണം ഒരാൾ മുകളിൽ, ഒരാൾ താഴെ, ഒരാൾ സൈഡിൽ, അങ്ങനെയാണ് അവർ ആ റൂമിൽ താമസിക്കുന്നത്. പിന്നെ പൈസയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത്, നമ്മൾ ഒരു സിനിമയെ കണ്ടില്ലേ, നമ്മുടെ ഫഹദ് ഫാസിൽ താമസിക്കുന്നത്, അതുപോലെയൊക്കെ താമസിക്കുക. പക്ഷേ അത് 2 ലൈഫും കാണിക്കുന്നുണ്ട്. മനുഷ്യരുടെ 2 ജീവിതം ആ സിനിമയെ കാണിക്കുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ കെട്ടിടം പണിക്കുന്ന ആൾക്കാർ ഉച്ച സമയത്ത് വെയിലത്തൊക്കെ അവർ പിന്നെ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ അവർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം, അതും അവർക്ക് റൂമിലൊന്നും പോകാൻ പറ്റത്തില്ല. അവർക്ക് അതിൻ്റെ എവിടെയെങ്കിലും ആ മരത്തിൻ്റെ തണലിൽ കിടന്നൊന്ന് ഉറങ്ങാം, അത്രയും പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട് മിക്ക ആൾക്കാരും ഇങ്ങനെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ മരത്തിൻ്റെ തണൽ വശത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് ഞാൻ മിക്ക ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. കുറേ മനുഷ്യരെ മനസ്സിലാക്കിയിട്ടുണ്ട് ദുബായിൽ നിന്ന്. സീരിയസ്ലി പറയാണ്, മനുഷ്യരിത്. പക്ഷേ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ദുബായിൽ നിന്നിട്ട് ചില മനുഷ്യർ ആരെയും മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, ഉള്ളത് പറയാണ്. കാരണം എൻ്റെ റൂമിൽ പല സ്ഥലങ്ങളിലുള്ള പെൺപിള്ളേരും എൻ്റെ റൂമിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർ നേഴ്സുമാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓഫീസുകളിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്ത പെൺകുട്ടികൾ താമസിക്കുന്നത്, അതിന് ബാറിൽ ജോലി ചെയ്യുന്ന കുറേ ചേച്ചിമാർ താമസിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ, എല്ലാവരുടെയും ലൈഫെന്ന് വെച്ചാൽ ഞാൻ കണ്ടതാണ്. ജീവിതം, പ്രവാസികൾ എന്താണെന്നുള്ള ലൈഫ് ഞാൻ കണ്ടു പഠിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് പറയുക, എവിടെ ഇരുന്നാലും എവിടെ ജീവിച്ചാലും നമ്മുടെ ഒരു സേവിങ്സ് നമ്മളത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. കാരണം ഇല്ലെങ്കിൽ എന്നെപ്പോലൊരവസ്ഥ നാളെ നിങ്ങൾക്ക് വരേണ്ടി വരും. തീർച്ചയായിട്ടും പറയാം, പ്രവാസികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സേവിങ്സ് നമ്മളതായിട്ട് മാറ്റി നമ്മൾ എപ്പോഴും കൈക്കുള്ളിൽ നമ്മൾ വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളത് ജീവിതമാണ്, നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ആ സാഹചര്യം വരും. പക്ഷെ ആകുമ്പോൾ നമുക്ക് ആരുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. സീരിയസ്ലി പറയാം, അതൊരിക്കലും ആർക്കും വരരുത്. കാരണം നമ്മൾ നാട്ടിൽ വരും, നമ്മളെപ്പോഴും ആയിരിക്കും പ്രവാസി അങ്ങോട്ട് പോയി നാട്ടിൽ വന്ന് സെറ്റിലാണ്. പക്ഷെ അവർക്ക് പറ്റില്ല. അവർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കുടുംബ പ്രാരാബ്ദവും, അതും പെങ്ങളെ കെട്ടിക്കണം, അനിയൻ്റെ പെൺപിള്ളേരുടെ പ്രസവം എടുക്കണം, പല കാര്യങ്ങൾ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാകും കേട്ടോ. കാരണം കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നൊരു വ്യക്തി ഞാൻ ഇതിനും പോലും വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെടുന്നൊരു വ്യക്തിനെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ജീവിതം ഇപ്പം നാട്ടിൽ വന്ന് കല്യാണം കഴിച്ച് 2 മക്കളൊക്കെ ആയി. പക്ഷേ ആ ഒരു വ്യക്തി കിടന്ന് കഷ്ടപ്പെട്ട പെടൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ ചില സമയങ്ങളിൽ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതലുണ്ടാക്കുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയും, നീ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ വാ, ഞാനൊരു ബോക്സിലാക്കി കറി കൊണ്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തി ആ കറി വെച്ചിരുന്ന് 3-4 ദിവസം കഴിക്കും.
എന്നിട്ട് ഇത് കഴിക്കുമ്പോഴെല്ലാം നമ്മളെ വിളിച്ച് നമുക്ക് നന്ദി പറയും. ഞാൻ നീ തന്ന കറിയാണ് കേട്ടോ ഇപ്പോൾ കഴിച്ചത് കേട്ടോ, നന്നായിട്ടുണ്ട് നന്ദിയുണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കൂടുതൽ സന്തോഷവും ഉണ്ടാവും, പക്ഷെ ഒരു വിഷമവും ഉണ്ടാകും. കാരണം ആ ഒരു സാധനം യൂസ് ചെയ്ത് ബാക്കി ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ വ്യക്തി അത് ചൂടാക്കി ഇത്രയും ദിവസം വെച്ച് കഴിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ട്. അതിന് നമ്മളൊരു എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾക്ക് അധികം എന്താ പറയുക, ഫുഡ് കളയരുത് അതെല്ലാം വെച്ചേക്കണം, ഞാൻ വന്ന് മേടിച്ചോളാം എന്ന് ആ വ്യക്തി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഞാൻ കണ്ടതാണ്. പക്ഷെ അത് എന്നിട്ട് ആ വ്യക്തി ജീവിച്ചത് ആ ബെഡ് സ്പേസിൽ മാസം ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവിന് പൈസ നുള്ളി പറക്കി ആ വ്യക്തിയുടെ ഒരു കാര്യങ്ങളും ഒരു 10-35 വയസ്സ് വരെ ആ വ്യക്തി നോക്കിയിട്ടേയില്ല. ഈവൺ ഒരു ഡ്രസ്സ് പോലും. ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് മേടിച്ചുകൂടെ, അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ, ഇവിടുന്ന് പറ്റത്തില്ല, വീട്ടിൽ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നോരോരോ കാര്യങ്ങൾ പറയുമായിരുന്നു എന്നോട്. കാരണം എന്നിട്ട് വേറെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുണ്ട് ആ വ്യക്തിക്ക്. ഇത്രയും ബുദ്ധിമുട്ടുകളും ഉണ്ട്, വേറെയുള്ളവരെ കടം മേടിച്ച് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ. അത് ദൈവം നല്ലതിന് അങ്ങനെയുള്ള മനുഷ്യർക്ക് നല്ല മനസ്സാണ്. കാരണം ഒരു മനുഷ്യനെയും ചീത്തയായിട്ട് പറയാട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യരെ കുറ്റം പറയാട്ടെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ച, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ തെറ്റ് പറയാൻ പാടില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. കാരണം അവിടെ ദുബായ് ചെല്ലുന്ന ഇപ്പോഴത്തെ കുറേ കുട്ടികളുണ്ട് മാറിപ്പോകുക, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറും ഞാൻ ആ വ്യക്തിയിൽ കണ്ടിട്ടില്ല. കാരണം ഒരു നല്ല മനുഷ്യനെ നമുക്ക് എവിടെയും പറയാം, എടുത്തടിച്ച് പറയാം, നല്ലൊരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ നല്ലൊരു വ്യക്തിയെ കണ്ടു എന്ന് ചോദിച്ചാൽ ഞാൻ ആ വ്യക്തിയുടെ പേരെ ഫസ്റ്റ് പറയും. അത് നല്ലൊരു വ്യക്തിയാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ പൈസയുടെ പുറവിന് മിക്ക ആൾക്കാരും വേറെ ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ അതിലുകൊണ്ട് ചില നല്ല ആൾക്കാർ പൈസയുടെ പിന്നെ പോയാലും അവരെ ഉള്ളിനുള്ളിൽ മനസ്സാക്ഷി വെച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ പല രീതിയിലുള്ള പ്രവാസികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പ്രവാസിയായിരുന്നു ഞാനും. പക്ഷെ എന്തോ പറയാം, പക്ഷേ കയ്യിലിരിക്കുന്ന മുതലെടുത്ത് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച ആളാണ് ഞാൻ. സീരിയസ്ലി പറയാം. ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ കുത്തിയിരിക്കുന്നു ജീവിതത്തിൽ. പക്ഷേ എന്ന് വെച്ച് ഞാൻ ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ ജീവിക്കുന്നത്. കാരണം എനിക്കങ്ങനെ തോക്കാൻ ഇഷ്ടമൊന്നുമല്ല. കാരണം അവർക്കില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയത്. അതും പറഞ്ഞ് നമ്മൾ വേദനിച്ചിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. അന്നേരം കൊണ്ടുപോയവരെല്ലാം കൊണ്ടുപോയി. അവരൊക്കെ ജീവിക്കുന്നെങ്കിൽ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിൽ ഒരു അംശമെങ്കിലും അവർക്ക് നമുക്ക് തിരിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിന് അടുത്ത് നിൽക്കുന്ന മനുഷ്യരായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. സീരിയസ്ലി പറയാം. എനിക്കങ്ങനെ ആരോടും ഒരു രീതിയിൽ പേർക്കാം. പിന്നെ നമ്മൾ ആ ഒരു കാര്യം വെച്ചിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അടിത്തറയും പോവാൻ. കാരണം എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ അവിടെ ഒലഞ്ഞപ്പം മൊത്തത്തിൽ ഒരു ഇളക്കം മറിച്ചിലായിപ്പോയി. ആ ഇളക്കം മറിച്ചതിൻ്റെ ക്ഷീണം എനിക്ക് ഇന്നും മാറിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അന്നേരം പ്രവാസികൾ കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു AC കാറിൽ പോകുന്ന ആളെ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്മാനൊന്നും ഞാൻ ഒരിക്കലും ഒരു പ്രവാസി കഷ്ടപ്പെടുന്നു എന്ന് ഞാൻ പറയാറേ ഇല്ല. കഷ്ടപ്പെടുന്നത് അവിടെ ഇങ്ങനെ വെയിലത്തും മഴയത്തും വർക്ക് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് യഥാർത്ഥ പ്രവാസികൾ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവരാണ്. അവർ ഈരാപകലില്ല, മഴയൊന്നുമില്ല, വെയിലൊന്നുമില്ല, ചൂടൊന്നുമില്ല എന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ട് ആ പൈസ ചുരുക്കി പിടിച്ച് അവരുടെ ഒരു ഇഷ്ടം പോലെ നടത്താതെ, അവരുടെ ഒരു കാര്യവും നോക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല ഭക്ഷണം പോലും കഴിക്കാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാസം ആ എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് ആ പൈസ ഇട്ട് നാട്ടിലോട്ട് അയക്കുമ്പോൾ അത് അയച്ചിട്ട് അവത്തങ്ങളിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അത് കാണാനുള്ളതാണ്. ആ ഒരു മാസം അവരുടെ തലയിൽ എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അന്നൊരു ദിവസമായിരിക്കും ആ സാലറി കിട്ടി ആ പൈസ നാട്ടിലോട്ട് അയച്ച് ആ തിരിച്ചു വരുന്ന ഒറ്റ ദിവസം അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം കൊണ്ട് വീണ്ടും തുടങ്ങും അടുത്ത ടെൻഷൻ ആവത്തുങ്ങൾക്ക്. ആ പൈസ അയച്ചിട്ട് ദിവസം അവർ സമാധാനമായിട്ട് ഉറങ്ങും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ മാസത്തെ ആ ഒരു വലിയൊരു കടമ്പ കഴിഞ്ഞു, ഇനി അടുത്ത മാസം എന്ന് ചിന്തിച്ചിരിക്കുന്ന പല ആൾക്കാരെയും അത് അയച്ചിട്ട് ചില ദീർഘശ്വാസം വിട്ടൊരു ഇരിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം എൻ്റെ മനസ്സ് പറയും, അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാനും പൈസ അയക്കാൻ വന്ന് എക്സ്ചേഞ്ച് നിൽക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പല ആൾക്കാരെയും ഞാൻ ശ്രദ്ധിക്കും. ഇപ്പോഴും അങ്ങനെ കേട്ടോ, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പല ആൾക്കാരെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അവിടെ എല്ലാ ആൾക്കാരും എൻ്റെ റൂമിൽ പാകിസ്ഥാനി പെൺകുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ തന്നെ പെരുമാറിയിട്ടുള്ളൂ. ഒരിക്കലും നമ്മുടെ കൂടപ്പുറപ്പായിട്ടുള്ള അവർ നമ്മളെയും കാണുന്നത്, നമ്മൾ അവരെയും കണ്ടിട്ടുള്ളത്. അല്ലാതെ വേറൊരു ലെവൽ നമുക്ക് ആരെയും കാണാൻ പറ്റത്തില്ല. അവിടെ ഒരു രാജ്യം എല്ലാവരും ഒന്നാണ്.
ഒരു വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുമിച്ചാണ് താമസവും ഉറക്കവും എല്ലാം. പക്ഷെ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ അത് പറ്റില്ല. പല രീതികളും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പല ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന്. അത് ഇന്ത്യയിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യ തന്നെ പല സ്ഥലങ്ങളിലുള്ള പഞ്ചാബി ആയാലും അങ്ങനെ പല സ്ഥലത്തുള്ള പെൺകുട്ടികളും ഒക്കെ താമസിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെ പലയിടത്തുമുള്ള പെൺകുട്ടികളും താമസിച്ചിട്ടുണ്ട്. കാരണം ഓരോ ജോബ്, ഈവൻ ശ്രീലങ്ക വരെ എൻ്റെ റൂമിൽ താമസിച്ചിട്ടുണ്ട്. ഓരോ ജോബും കാര്യങ്ങളുമായിട്ട് ഒക്കെ ഓടിക്കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ നാട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര അടിച്ചു പൊളിച്ച് പെർഫ്യൂം അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ അവരുടെ ജീവിതമൊന്നും ഒരിക്കലും അവിടെ സമാധാനമായിട്ടല്ല. അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ സേഫാണ്. കാരണം അത് ഞാൻ എടുത്തു പറയണം. നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും ഒരിക്കലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. അതിൽ സേഫാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ രാജ്യം ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഏത് പാരാത്രിക്കും എവിടെയും പോയിട്ട് വരാം. ആരും ഒരു വൃത്തികെട്ട കണ്ണോടാ, ഒരു വൃത്തികെട്ട രീതികളോ ഒരു പെണ്ണിനെയും ഒരു മനുഷ്യനും നോക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു 12-11 മണി കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലാണ് പോയി ബസ് കയറാൻ നിന്നാൽ പോലും ആൾക്കാർ നോക്കുന്ന നോട്ടം വേറെയാണ്. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമല്ല. അവിടെയൊക്കെ മനുഷ്യർ സേഫാണ്. പിന്നെ ചില മനുഷ്യരുണ്ട് അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പല രീതിയിൽ പല പ്രവൃത്തിയും ചെയ്ത് ജീവിക്കുന്ന ആണും പെണ്ണും ഉണ്ട്, ഉള്ളത് പറയാമല്ല. പക്ഷെ അവർക്കും ജീവിതമാണ്. നമ്മൾ അവരെയും തെറ്റ് പറഞ്ഞ കാര്യമില്ല, അവർക്കും ജീവിതമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.